ഞാൻ രോഹിംഗ്യൻ അഭയാർത്ഥികളിൽ ഒരാളാണ്. അല്ല അല്ല, ഇന്ത്യൻ സംസ്ഥാനമായ അസമിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട ലിസ്റ്റിലുള്ള ഒരാൾ. അതെ, ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ഒരു രാജ്യത്തും പൗരത്വമില്ലാത്ത ഒരു അഭയാർത്ഥി ജനിച്ച നാൾ മുതൽ മാതൃഭൂമിയായി കണ്ട എന്റെ ഇന്ത്യയുടെ ഏത് അതിരുകളിൽ നിന്നാണ് അവർ എന്നെ പുറത്താക്കിയത്? ആ വര തേടുകയാണ് ഞാൻ. അതിന്റെ അടയാളം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? ഇല്ല ഇല്ല അല്ലേ? ഞാൻ ആ അടയാളം തേടി തേടി അലഞ്ഞവശയായി. അവസാനം ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ അടയാളം കണ്ടത്. അത് മറ്റൊന്നുമല്ല, എന്റെ പേരാണ്. പിന്നെ എന്റെ ഈ രൂപമാണ്. എന്റെ പേര് ഫാത്തിമ ബീവി എന്നാണ്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. എന്റെ വിശ്വാസം അത് എന്റെ അവകാശമാണ്. എന്റെ രാജ്യം ഇന്ത്യയാണ്. ഒരു ഇസ്ലാം ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തുള്ള മുസ്ലിങ്ങളിൽ ഒരാളാണ് ഞാൻ. ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ ആധിപത്യ മനോഭാവവും വളർന്നു വന്നിരുന്നു. മനുഷ്യകുലം രൂപം കൊണ്ടപ്പോൾ അത് കൂടുതൽ ശക്തമായി. മനുഷ്യനെ തന്നെ അടിമകളാക്കി വെച്ച കാലം മുതൽ ഉൽപാദന ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ഘടനയിൽ പതുക്കെ പതുക്കെ മാറ്റം വന്നു. ഈ മാറ്റത്തിന്റെ ഘടനയ്ക്കകത്ത് ആധിപത്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ അത് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആ ആധിപത്യം നിലനിർത്താനുള്ള യുദ്ധം ഓരോ കാലത്തും ഓരോ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ലോകത്ത് നടക്കുന്നത് അത് തന്നെയാണ്. ലാഭം, പിന്നെയും ലാഭം. അത് ലഭിച്ചില്ലെങ്കിൽ നിഷ്കരണം കൊള്ളയടിക്കും. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ മനുഷ്യരെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭിന്നിപ്പിച്ച് പകൽക്കൊള്ള നടത്തുകയാണിവർ. ഇന്ന് ലോകം ഭരിക്കുന്നത്. അത് സംരക്ഷിക്കാനാണ് ലോകത്താകെ മതങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരുക്കിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയാൻ നാം ഇരുകാലികൾക്ക് ഇനി എന്താണ് കഴിയുക? സത്യത്തെ നമ്മളെ അവർ ചൂണ്ടയിൽ കോർത്തു കഴിഞ്ഞിരിക്കുന്നു. വൻസ്രാവുകൾക്ക് ഭക്ഷണമായി നാം മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മളിൽ തന്നെയാണുള്ളത്. ചെറുത്ത് നിൽക്കാൻ സംഘം ചേരുക. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള പ്രത്യേക കഴിവാണത്. ഈ കഴിവിൽ നിന്നാണ് പ്രത്യയശാസ്ത്രം
സംസ്കാരങ്ങൾ പിറവിയെടുത്തത്. ഓരോന്നും പിറക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവും. അത് മനുഷ്യ സമൂഹം ആകെ അംഗീകരിക്കപ്പെടും വിധം പരിഷ്കരിച്ചുകൊണ്ടും എന്നാൽ വിശ്വാസത്തിന്റെ മഷിയാൽ രചിക്കപ്പെട്ടതുമായിരിക്കും. ഓരോ മതങ്ങളും പിറവിയെടുക്കുന്നത് അതതു കാലത്തെ മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യമായ മുദ്രാവാക്യങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടായിരിക്കും. അത് ആദ്യം മനുഷ്യരെ സംഘടിപ്പിക്കുന്നു. മതം സംഘടിതമാകുമ്പോൾ അത് സ്ഥാപനവൽക്കരിക്കപ്പെടും. ഇവിടെയാണ് അധികാരം പിറവിയെടുക്കുന്നത്. ഈ അധികാര കൃഷ്ണയാണ് ഭരണകൂടങ്ങൾ സൃഷ്ടിക്കാൻ മതത്തെ ഉപയോഗപ്പെടുത്തുന്നതും മതം അതിന്റെ അധികാരം ഉറപ്പിക്കുന്നത് ഇത്തരം ഭരണകൂടങ്ങളിലൂടെയുമാണ്. ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ തീവ്രവാദ മതസംഘടനകൾക്ക് നിലനിൽക്കാൻ ഭരണകൂടങ്ങൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മുതലാളിത്തത്തിന് നിലനിൽക്കാൻ മതവും അതിന്റെ സംഘർഷവും സംഘടനവും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് തുല്യ ശക്തികൾ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും, ഒരേറ്റുമുട്ടൽ ഉണ്ടാവാതെ സുഖകരമായി മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ തൊഴിലാളിയുടെ മതത്തെ കൂട്ടുപിടിക്കുന്നു. ഇന്ത്യയിൽ മുതലാളിത്തത്തിന്റെ അവസാനത്തെ ആയുധമാണ് പൗരത്വ നിഷേധം. ആരും കാണാതെ പിറന്ന മണ്ണിൽ ഇങ്ങനെ ഒളിഞ്ഞു ജീവിക്കുക, അല്ല, എത്ര നാളിങ്ങനെ ജീവിക്കാൻ കഴിയും? എതിർക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ലോകത്താകെ ഒഴുകി നടക്കുന്ന കോർപ്പറേറ്റുകളെ പിടിച്ചു കെട്ടാൻ ആരുമില്ലല്ലോ എന്ന് പഠിച്ചു തമ്മിലാണ്. ഉണ്ടായിരുന്ന സോവിയറ്റ് റഷ്യ 90 തകർന്നുപോയി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വത്തെ നേരിടാൻ അതിന് കഴിഞ്ഞിരുന്നു. അതിന്റെ തകർച്ചയുടെയാണ് മുതലാളിത്തം ഏകധ്രുവ ലോകം സൃഷ്ടിക്കാൻ മാർക്സിസം കാലഹരണപ്പെട്ടുവെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത്. അതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടാൻ എന്റെ സമുദായത്തിലെ ചിലരൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്സിസം തകർന്നുവെന്ന് പ്രചരിപ്പിച്ചവർ ഇറക്കുമതി ചെയ്ത ആശയമാണ്. മതങ്ങൾ തമ്മിലുള്ള സംഘടനം എന്ന ആശയം തൊഴിലാളി വർഗം എന്ന ഘടനയെ പൂർണ്ണമായും തകർത്തു മുന്നേറുമ്പോൾ മുതലാളിത്തം ലാഭം പിന്നെയും ലാഭം എന്ന ആർത്തിമൂത്തുള്ള അതിന്റെ പടയോട്ടത്തിൽ തകർന്നു പോകുന്ന മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുണ്ട് ഈ ഭൂമുഖത്ത്? ഇന്ത്യയെ ആകെ കടക്കണിയിലാക്കിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. അതിന്റെ തുടർച്ചയായി ബാബരി മസ്ജിദ് തകർത്തു. നിരവധി നിരപരാധികൾ കൊല്ലപ്പെടുകയും ആയിരങ്ങൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. ലോകത്താകെ ധനമൂലധനത്തിനൊഴുകാൻ രക്തപ്പുഴ ഒഴുകുകയാണ് മൂലധന ശക്തികൾ. മഹാകാരുണ്യവാനും
അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, മതത്തിന്റെ പേരിലുള്ള ഈ തീവ്രവാദം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, പകരം മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയുക. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കാശ്മീരികൾ നെരിപ്പോട് കൊണ്ട് നടക്കുക സർവ്വസാധാരണമാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ലോകത്തെ മുസ്ലിങ്ങൾ തങ്ങളുടെ സ്വത്വവും പ്രകാശിപ്പിച്ചു കൊണ്ട് നടക്കുന്നത്. ഇപ്പോ അത് സംരക്ഷിക്കാൻ അള്ളാഹുവിനോട് യാചിച്ചു വരുന്നു. യാചന സ്വീകരിക്കും മുമ്പ് തന്നെ മതതീവ്രവാദ സംഘടനകൾ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യ മതതീവ്രവാദ സംഘടനകൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു. പട്ടാളത്തിന്റെയും സിവിലിയന്മാരുടെയും കൂട്ടാക്രമണങ്ങളെല്ലാം വരിക നിരപരാധികളായ സാധാരണക്കാർക്കായിരിക്കും. അത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിരോധിക്കുമ്പോൾ അത് അവന്റെ അവസാനത്തെ പ്രതിരോധമായി മാറുകയും ചെയ്യും. അള്ളാഹുവിന്റെ വചനമാണെന്ന് പോലും അംഗീകരിക്കാത്ത മുസ്ലിം നാമധാരികളായ തീവ്രവാദികൾ ഇസ്ലാമിനെ വിട്ട് ജീവിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളെ കൊലക്കി കൊടുക്കുന്നത്. മതം വിട്ട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തീവ്രവാദികൾ ആക്രമണം സംഘടിപ്പിക്കുന്നത് കാരണം രാജ്യവും ജീവിതവും നഷ്ടപ്പെട്ട് ജയിലുകളിൽ തീരാ ദുരിതം അനുഭവിക്കുന്നത് അനേകായിരം നിരപരാധികളായ ചെറുപ്പക്കാരാണ്. ഓർക്കുക, ഈ തീവ്രവാദികൾ ചെറു ന്യൂനപക്ഷം മാത്രമാണ്. പക്ഷേ ലോകത്തൊരു രാജ്യത്തും ഈ അക്രമികളെ പിടികൂടുന്നില്ല. പകരം അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതാ ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ്ഘടന ആകെ തകർന്നു തരിപ്പണമായപ്പോ മോദി സർക്കാർ പിടിച്ചു നിൽക്കാൻ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. പൗരത്വം രജിസ്റ്ററിലൂടെ ഹിന്ദു മുസ്ലിം വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാജ്യഭരണം നീട്ടിക്കിട്ടുവാൻ അവർ ഈ തീവ്രവാദികളെ ആശ്രയിക്കുകയാണ്. ഇത്തരം ആസൂത്രിത നീക്കത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സമ്പദ്ഘടനയെ മുച്ചൂടും തകർത്ത ഭരണകൂടത്തിനെതിരെ തൊഴിലാളി വർഗത്തിന്റെ ഐതിഹാസിക പോരാട്ടം നടക്കുമ്പോൾ അതിനെ തകർക്കാൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം തൊഴിലാളികൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായി വേർതിരിക്കും. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ദുരവസ്ഥയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമോ? കഴിയണം. ഇല്ലെങ്കിൽ രാജ്യ ഏറ്റുമുട്ടലുകളുടെ ഭൂമികയായി ഇന്ത്യ മാറും. അതിലേക്കുള്ള ചുവടുവെപ്പായിട്ട് വേണം പൗരത്വ ഭേദഗതി ബില്ലിനെയും പൗരത്വ രജിസ്റ്ററിനെയും കാണാൻ. ഇനി രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് രാജ്യ ഏറ്റുമുട്ടലുകളും തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിച്ച് കൊല്ലാകൊല ചെയ്ത അട്ടഹാസം മുഴക്കലുമായിരിക്കും. രാജ്യം ഭരിക്കുന്നവർ അതിനുള്ള പരിശീലനം ലഭിച്ചവരാ കഴുകന്മാർ. ഗുജറാത്തിൽ ഇസ്രത് ജഹാനെയും പ്രാണേഷ് കുമാറിനെയും രാജ്യ ഏറ്റുമുട്ടലിലൂടെ കൊന്നുതള്ളുന്നതിനും ആയിരക്കണക്കിന് സഹോദരങ്ങളെ ചുട്ടുകൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത ഗുജറാത്തിലെ പോലീസുകാരന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. അവരുടെ രാവണായി ആ ആയുധം തുരുമ്പു പിടിക്കാതെ ഇന്നും അവിടെ തന്നെയുണ്ട്. രാജ്യത്തെ ജനങ്ങൾ വർഗീയമായി സംഘടിക്കാൻ ഹിന്ദുവിന്റെയും
ജാതിമത വ്യത്യാസം മറന്ന് ഭരണകൂടത്തിനെതിരെ പോരാട്ടത്തിനിറക്കണം. അത്തരമൊരു പട നയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അവർ ഗാന്ധിജിയെ കൊന്നവരുടെ കൂടെ കൂടി കഴിഞ്ഞിരിക്കുന്നു. ആ പോരാട്ടം നയിക്കാൻ ഈ പുതിയ കാലത്ത് തൊഴിലാളി വർഗത്തിന് മാത്രമേ കഴിയൂ. ആ പോരാട്ടത്തിൽ അണിനിരക്കാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ തയ്യാറാകും. അന്നേ എന്നെ പോലെ പലായനം ചെയ്യപ്പെടുന്നവർക്ക് ഒരു രാജ്യമുണ്ടാകും. എന്റെ രാജ്യം മതങ്ങളുടെ പേരിൽ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷം വേണമെന്ന് ഉറക്കെ പറയാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുകയില്ലെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉറപ്പു തന്നില്ലേ? അത്തരം ഒരു സർക്കാരിനെ സംരക്ഷിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ വരണം. 62 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന, വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് നൽകുന്ന, പാവപ്പെട്ടവന്റെ മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ പണിതാൻ, പാവപ്പെട്ടവർക്കായി നല്ല ആശുപത്രികൾ പണിതാൻ, നല്ല റോഡുകളും പാലങ്ങളും പണിതാൻ ഈ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കാൻ കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു സർക്കാർ വേണം.